Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. ഉറക്കം വരുന്നുണ്ട് എല്ലാവർക്കും? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ പഠിച്ചത് നമ്മള്? ഡെവലപ്മെന്റ് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റില് 2 സ്റ്റേജുകളല്ലേ പറഞ്ഞത്, 2 സ്റ്റെപ്പുകളല്ലേ പറഞ്ഞത്? ഏതൊക്കെയായിരുന്നു? സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 വരെ പറഞ്ഞോളൂ. സ്റ്റെപ്പ് 1 എന്തായിരുന്നു? സ്റ്റെപ്പ് 1? പുതിയ പ്രൊഡക്റ്റ് വികസിപ്പിച്ചെടുക്കുമ്പോൾ അതിന്റെ ഐഡിയാസ് വരുന്നത് ഒരു വ്യക്തിയിലൂടെയോ അല്ല ഒരു ഗ്രൂപ്പിൽ നിന്നോ ആണ്. സെക്കൻഡ് എന്തായിരുന്നു? സ്ക്രീനിങ്. സ്ക്രീനിങ്ങിൽ എന്താ പറഞ്ഞത്? കമ്പനിയുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി വേണം നമ്മൾ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യാനും, പിന്നെ നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി നല്ല രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റുമോ എന്നുകൂടി നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ അതിന്റെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് വേണം പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. പിന്നെ അതിന്റെ ഡിസിഷൻ അതിന്റെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചെക്ക് ലിസ്റ്റിലെ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു നമ്മൾ നോക്കുന്നത്? ഫാക്ടേഴ്സ് എന്തൊക്കെയാ? പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം, റോ മെറ്റീരിയൽസിന്റെ ലഭ്യത, പിന്നെ കമ്പനിയുടെ കഴിവ്, കമ്പനിയുടെ കപ്പാസിറ്റി നോക്കണം അല്ലെ. ഇനി ഫൈനൽ പ്രൊഡക്റ്റ് ആക്കുമ്പോ കൊണ്ടുപോകാനായിട്ടുള്ള സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷന്റെ ഫെസിലിറ്റീസ് അല്ലെ, സൗകര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇത്രയും കാര്യം വരെ ക്ലിയർ ആയോ? ഇത്രയും വരെയല്ലേ നമ്മൾ എടുത്തത്? സ്റ്റെപ്പ് 1 ആൻഡ് സ്റ്റെപ്പ് 2. ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് നോക്കാട്ടോ. നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിംഗ് ആണ്, ചാപ്റ്റർ മാർക്കറ്റിംഗ്. അപ്പോൾ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് റീഡിസൈനിങ് ആൻഡ് ഓൾഡ് വൺ. അതിലെ സ്റ്റെപ്പ് 1 പറഞ്ഞു, ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. ആൻഡ് സ്റ്റെപ്പ് 2 ആണ് എന്ത്? സ്ക്രീനിങ്, പരിശോധന നടത്തുക. ആൻഡ് തേർഡ് വൺ ഈസ് ബിസിനസ് അനാലിസിസ് അല്ലെ. ബിസിനസ് അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? വിശകലനം ചെയ്യുക അല്ലെ. അനലൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശകലനം ചെയ്യുക, വിലയിരുത്തുക. നോക്കിയേ, ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ഇവാലുവേഷൻ ഓഫ് ഓവറോൾ കോംപ്രിഹെൻസീവ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ. എന്താ പറയുന്നത്? ഓവറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൊത്തത്തിലുള്ള അല്ലെ, മൊത്തമായിട്ട്. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമഗ്രമായ, മൊത്തത്തിലുള്ള സമഗ്രമായ മാർക്കറ്റിനെ വിലയിരുത്തുന്നതാണ് എന്ത്? ബിസിനസ് അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മള് ഫസ്റ്റ് പറഞ്ഞു, ഒരു ഐഡിയ കിട്ടി, പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ഐഡിയ കിട്ടി. എന്താണ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? കമ്പനീസിന്റെ അല്ലെങ്കിൽ നമ്മളാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ത് ചെയ്തു? വിശകലനം ചെയ്തു. അതനുസരിച്ചാണോ പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വിറ്റഴിഞ്ഞു പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ സ്ക്രീനിങ് ചെയ്തു, പരിശോധന നടത്തി. അതിനുശേഷമുള്ള സ്റ്റെപ്പാണ് എന്ത്? ബിസിനസ് അനാലിസിസ്, വിശകലനം ചെയ്ത് അല്ലെ. എന്താണ്? മൊത്തത്തിലുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സമഗ്രമായ മാർക്കറ്റിനെ വിലയിരുത്തുന്നു. മൊത്തത്തില് സമഗ്രമായിട്ട് മാർക്കറ്റിന്റെ വിലയിരുത്തൽ, വിപണി സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ബിസിനസ് അനാലിസിസിലൂടെ വരുന്നത്. അപ്പോ അതിനു വേണ്ടിയിട്ട് ബിസിനസ്സിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഉണ്ടാക്കേണ്ടത് എത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം? മാർക്കറ്റിൽ നല്ല രീതിയിൽ വിറ്റഴിഞ്ഞു പോകുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം ഉണ്ടാക്കേണ്ടത്. അതാണ് ഇവാലുവേഷൻ ഓഫ് ഓവറോൾ കോംപ്രിഹെൻസീവ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ, മൊത്തത്തിലുള്ള സമഗ്രമായിട്ടുള്ള വിപണി സാധ്യത വിലയിരുത്തുക. ഇനി എന്താ പറയുന്നത്? സെക്കൻഡ് പോയിന്റ് നോക്കിയേ, ഫിനാൻഷ്യൽ റിസോഴ്സ് ഫോർ പ്രൊഡക്ഷൻ
പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. എന്താ പറയുന്നത്? ഫിനാൻഷ്യൽ റിസോഴ്സസുകൾ വേണം അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊഡക്ഷൻ നടത്തുന്നതിന്, നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് വേണം. അതുപോലെ തന്നെ പ്രൊമോഷൻ, മറ്റുള്ളവരിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് വേണം. അതുപോലെ അത് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിനാൻസും ആവശ്യമാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾക്കും എന്താവശ്യമാണ്? ഫിനാൻസ് വേണം. അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ള വിശകലനം കൂടി ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ കയ്യിൽ അത്രയും 3 കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ഫിനാൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഗ്രോത്ത് റേറ്റ് ആൻഡ് പ്രൊഡക്ട്സ് കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് അല്ലെ? ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളർച്ചാ നിരക്ക്. ഇപ്പോ ഞാൻ പറഞ്ഞു അല്ലെ, പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ അത് വളരോ, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റോ എന്നുള്ളതാണ് ഗ്രോത്ത് റേറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ എന്താണ്? മറ്റുള്ള പ്രൊഡക്റ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് മത്സരിച്ച് നിൽക്കാൻ പറ്റോ എന്നുള്ളതും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ 2 കാര്യങ്ങളാണ് ബിസിനസ് അനാലിസിസിൽ പറയുന്നത്. എന്തൊക്കെയാ പറഞ്ഞത്? മൊത്തത്തിലുള്ള സമഗ്രമായ വിപണി സാധ്യത വിലയിരുത്തണം. നമ്മുടെ മാർക്കറ്റില് ഈ പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ അത് വിറ്റഴിഞ്ഞു പോകോ എന്നുള്ള ഒരു ചെക്കിങ് അവിടെ ആവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ്? ഈ പ്രൊഡക്റ്റ് ഇറക്കി കഴിയുമ്പോൾ ആ പ്രൊഡക്ഷൻ നടത്തുന്നതും, അതുപോലെ തന്നെ പ്രൊമോഷൻ കൊടുക്കാനായിട്ട്, അതുപോലെ കസ്റ്റമേഴ്സിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്താ? ഗ്രോത്ത് റേറ്റ് ആൻഡ് പ്രൊഡക്ട്സ് കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്, മറ്റുള്ള പ്രൊഡക്ട്സിനോട് മത്സരിച്ച് നിൽക്കാൻ പറ്റുന്നതും, അതുപോലെ തന്നെ അത് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ കൂടുതൽ വിറ്റഴിഞ്ഞു പോകുമോ എന്നുള്ള ആ സാധ്യതയുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? ബിസിനസ് അനാലിസിസ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അതിന്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. സ്റ്റെപ്പ് പ്രധാനമായിട്ടും പഠിക്കണം കേട്ടോ. ഇനി 4th സ്റ്റെപ്പാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് അല്ലെ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഐഡിയാസ് ഉണ്ടാക്കി, അതുപോലെ തന്നെ അത് പരിശോധിച്ചു, അത് എന്താണ്? ബിസിനസ് അനാലിസിസ് നടത്തി. ഇനി 4th സ്റ്റെപ്പാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രൊഡക്റ്റ് വികസിപ്പിച്ചെടുക്കുക. 2 കാര്യങ്ങളാണ് അതിൽ പറയുന്നത് കേട്ടോ. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ഓഫ് കൺസ്യൂമർ റിയാക്ഷൻ, funds, packaging and branding etc. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഫീഡ്ബാക്ക് അല്ലെ? അപ്പോ ഫീഡ്ബാക്ക് തരുന്നുണ്ട്. എത്തരത്തിലുള്ള ഫീഡ്ബാക്ക് തരുന്നത്? കസ്റ്റമേഴ്സിന്റെ റിയാക്ഷൻ. നമ്മളിപ്പോ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാല് അവരുടെ കസ്റ്റമേഴ്സിന്റെ പ്രതികരണം എങ്ങനെയാണ് എന്നുള്ളത്, അതുപോലെ തന്നെ എന്താണ്? കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾ, വാൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യങ്ങൾ എന്താണ്, അതുപോലെ തന്നെ പാക്കേജിങ് എങ്ങനെ ചെയ്യണം, ബ്രാൻഡിങ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളുടെ ഫീഡ്ബാക്ക് നമുക്ക് ആര് തരുന്നുണ്ട്? മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് തരുന്നുണ്ട്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്? എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ചേഞ്ച് ഐഡിയ ഇൻടു ഫൈനൽ പ്രൊഡക്ട്സ്. അപ്പോ ഈ ഫീഡ്ബാക്ക് കിട്ടി, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്നും ഈ ഫീഡ്ബാക്ക് കിട്ടിയതനുസരിച്ച് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ആ പ്രൊഡക്റ്റിനെ ചേഞ്ച് ചെയ്ത് ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു. 2 കാര്യങ്ങളാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിൽ പറയുന്നത്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം പറയുന്നുണ്ട്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം പറയുന്നുണ്ട്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്താ തരുന്നത്? നമുക്ക് ഫീഡ്ബാക്ക് തരുന്നുണ്ട് അല്ലെ? ആരുടെ ഫീഡ്ബാക്കാ തരുന്നത്? കസ്റ്റമേഴ്സിന്റെ പ്രതികരണം എങ്ങനെയാണ്, അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അതുപോലെ എന്താണ്? പാക്കേജിങ് എങ്ങനെ ചെയ്യണം, ബ്രാൻഡിങ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് തരുന്നത്. അതുപോലെ ആ ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ആ പ്രൊഡക്റ്റിനെ ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ. ബിസിനസ് അനാലിസിസ് ആൻഡ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് 2 സ്റ്റെപ്പ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ.
വായിച്ചു നോക്കിയോ? കുഴപ്പമില്ലല്ലോ, മനസ്സിലായില്ലേ? ഡൗട്ട് വല്ലതുണ്ടോ? രണ്ട് സ്റ്റെപ്പിലും ഒക്കെയാണ്. ഇനി എന്താണ്? ഫിഫ്ത്ത് സ്റ്റെപ്പ് ആണ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണ്? ടെസ്റ്റ് മാർക്കറ്റിംഗ്. കൺസ്യൂമർ റിയാക്ഷൻസ് ടു ദ ന്യൂ പ്രൊഡക്റ്റ്. ഇവിടെ എന്താണ് നോക്കുന്നത്? എന്താ ചെയ്യുന്നത് ഇവിടെ? ടെസ്റ്റ് മാർക്കറ്റുകൾ എന്താ ചെയ്യുന്നത്? കസ്റ്റമേഴ്സിന്റെ പ്രതികരണങ്ങൾ അല്ലെ? റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതികരണങ്ങൾ എങ്ങനെയാണ് ന്യൂ പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇറക്കുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയാണ് എന്നുള്ളതാണ് എന്ത്? ടെസ്റ്റ് മാർക്കറ്റിംഗ്. ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി ഫോർ എക്സാമ്പിൾ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോ നമ്മൾ എന്ത് ചെയ്തു? ഷാംപൂവിന്റെ എക്സാമ്പിൾ എടുക്കാം നമുക്ക്. ഇപ്പൊ ഷാംപൂ ഒരു പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് മാർക്കറ്റിലോട്ട് ഇറക്കണേ. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ ചില സാമ്പിളുകൾ കൊടുക്കില്ലേ? ചെറിയ ഒരു പാക്കറ്റിൽ ഇപ്പൊ 2 രൂപ 3 രൂപയുടെ ഒക്കെ പാക്കറ്റുകളായിട്ട് ചെറിയ രീതിയിൽ നമ്മൾ സാമ്പിൾസ് കൊടുക്കും അല്ലെ? എന്താണ് ഇത് മാർക്കറ്റിൽ ഇത് സക്സസ് ആവോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ രീതിയിലുള്ള സാമ്പിൾസ് ആയിട്ട് പ്രൊഡക്ട്സുകൾ ഇറക്കുന്നത്. ക്ലിയർ ആയില്ലേ? സാമ്പിൾസ് കണ്ടിട്ടില്ലേ നിങ്ങള്? ഷാംപൂവിന്റെ ഒക്കെ 2 രൂപയുടെ 3 രൂപയുടെ 5 രൂപയുടെ ഒക്കെ. അപ്പോ ചെറിയ ചെറിയ സാമ്പിൾസ് ആക്കി ഇറക്കി അതെന്ത് ചെയ്തു? കസ്റ്റമേഴ്സ് അത് വാങ്ങി ഉപയോഗിച്ചു. അപ്പൊ എന്താണ്? ഉപയോഗിക്കുന്നതിന്റെ ആ ഇത് നോക്കുമ്പോ നമ്മൾ മാർക്കറ്റിൽ നോക്കുമ്പോ എന്താണ്? അവർ കൂടുതൽ ആ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? അവർക്കത് ഇഷ്ടമായി അല്ലെ? ആ പ്രൊഡക്റ്റിനോട് അവർ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ്? അവർക്കത് ഇഷ്ടമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റ് മാർക്കറ്റിംഗ് കൊണ്ട്. ടെസ്റ്റ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കസ്റ്റമേഴ്സിന്റെ റിയാക്ഷൻ. നമ്മൾ മാർക്കറ്റിൽ ന്യൂ പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അവരുടെ റിയാക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗിലൂടെ പറയുന്നത്. ക്ലിയർ ആയോ? എക്സാമ്പിൾ പറഞ്ഞത് അതാണ് കേട്ടോ ടെക്സ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ടെസ്റ്റ് ഓക്കെ ആണോ? മനസ്സിലായോ? എക്സാമ്പിള് നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അവരുടെ റിയാക്ഷൻ എങ്ങനെയാണ്, കസ്റ്റമേഴ്സിന്റെ റിയാക്ഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതാണ്. എക്സാമ്പിൾ ആയിട്ട് എന്താ പറഞ്ഞത്? നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് അല്ലെ? ഷാംപൂ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ചെറിയ പ്രൊഡക്റ്റുകൾ ആദ്യം ഇറക്കി നോക്കും. എന്താണ്? 1 രൂപ അല്ലെങ്കിൽ 2 രൂപയുടെയൊക്കെ ചെറിയ ചെറിയ സാമ്പിൾസ് ആയിട്ട് ആദ്യം ഇറക്കും. അപ്പൊ മാർക്കറ്റിൽ ഇറക്കുമ്പോൾ അത് കസ്റ്റമേഴ്സ് വാങ്ങി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കൂലെ? അവർക്ക് ഇഷ്ടമായി തുടങ്ങി, അല്ലെങ്കിൽ എന്താണ്? ആ പ്രൊഡക്റ്റിനോട് അവർ അട്രാക്റ്റീവ് ആയിട്ടുണ്ട് അല്ലെ? അട്രാക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നീട് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് വരുന്നത് എന്താണ്? കമേഴ്സ്യലൈസേഷൻ. കമേഴ്സ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വാണിജ്യവൽക്കരണം. ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ടെസ്റ്റ് മാർക്കറ്റിംഗിലൂടെ ചെറിയ ചെറിയ സാമ്പിൾസ് കൊടുത്തു അല്ലെ? അത് വാങ്ങി അവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് എന്ത് ചെയ്തു? ഫുൾ സ്കെയിൽ ഓഫ് മാർക്കറ്റിംഗ്. ചെറിയ സാമ്പിൾസ് ആയിട്ടാണ് അതും കൊടുത്തു തുടങ്ങിയത്. അതിനുശേഷം ഫുൾ ബോട്ടിലാക്കി പ്രൊഡക്ഷൻ നടത്താൻ തുടങ്ങും. അതാണ് എന്ത്? കമേഴ്സ്യലൈസേഷൻ, വാണിജ്യവൽക്കരണം. മനസ്സിലായോ? അത് ടെസ്റ്റ് മാർക്കറ്റിംഗും കമേഴ്സ്യലൈസേഷനും മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇത്രയും സ്റ്റെപ്പുകളാണ് എന്ത്? ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റിൽ പറയുന്നത്. ഏതൊക്കെയാണ് പറഞ്ഞത് നമ്മള്? ആദ്യം ഐഡിയാസ് കൊണ്ടുവന്നു അല്ലെ? സ്റ്റെപ്പ് 1 ജനറേഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്ട്സ്. ഐഡിയാസ് കൊണ്ടുവന്നു, അത് പരിശോധന നടത്തി, അതിനുശേഷം എന്ത് ചെയ്തു? ബിസിനസ് അനലൈസ് ചെയ്തു അല്ലെ? മാർക്കറ്റിൽ ഈ പ്രൊഡക്റ്റ് ഇറക്കിയാൽ സക്സസ് ആവോ ഇല്ലയോ അങ്ങനെയുള്ള അനലൈസ് വിശകലനം ചെയ്തതിനു ശേഷം എന്ത് ചെയ്തു? പ്രൊഡക്റ്റ് കൂടുതൽ വിറ്റഴിഞ്ഞ് പോകാൻ രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ വേണം മാർക്കറ്റിൽ ഇറക്കാൻ എന്നുള്ള വിശകലനത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്തു? പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആണ് നടത്തുന്നത് അല്ലെ? മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു. ഈ ഫൈനൽ പ്രൊഡക്റ്റിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ടെസ്റ്റ് മാർക്കറ്റിംഗ് ആണ്. ചെറിയ ചെറിയ സാമ്പിൾസ് ആയിട്ട് കൊടുക്കുന്നു. അതിനുശേഷം അത് മാർക്കറ്റിൽ സക്സസ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? കമേഴ്സ്യലൈസേഷൻ ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലുള്ള വലിയ ബോട്ടിൽസ് ആക്കി മാറ്റുന്നുണ്ട് അല്ലെ? ഷാംപൂസ്
ഉദാഹരണം പറഞ്ഞില്ലേ മിസ്, ഷാംപൂസിനൊക്കെ ഉദാഹരണം പറഞ്ഞു അല്ലെ. 1-2 രൂപ അല്ലെങ്കിൽ എന്താണ് 3 രൂപയുടെയൊക്കെ ചെറിയ സാമ്പിൾസ് ആക്കി ആദ്യം ഇറക്കുന്നു. അത് മാർക്കറ്റിൽ സക്സസ് ആണെങ്കിൽ വലിയ വലിയ ബോട്ടിലാക്കി പ്രൊഡക്ഷൻ നടത്തുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ? 6th പോയിന്റും. ഇനി എന്താണ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ മാർക്കറ്റിംഗ് എ ന്യൂ ഹോസ്പിറ്റൽ. അപ്പം മാർക്കറ്റിംഗില് ഒരു എന്താ പറയാ, ഇപ്പോ ഹോസ്പിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഹോസ്പിറ്റൽ ഒരു പുതിയ സർവീസ് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ എന്താണ് പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുന്നു. ഇപ്പോ അല്ലെങ്കിൽ എന്താണ് ക്യാൻസർ പേഷ്യൻസിനൊക്കെ വേണ്ടിയിട്ട് പുതിയ പുതിയ എക്യുപ്മെന്റ്സ് ഇറക്കുന്നുണ്ട്. അങ്ങനെയുള്ള സർവീസുകളാണ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് അല്ലെ. ഹോസ്പിറ്റലിലെ രോഗികൾക്ക് എന്താ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത്? അവര് ഗുഡ്സ് ആണോ സർവീസ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത്? മരുന്നുകൾ കൊടുക്കുന്നുണ്ട്, എന്നിരുന്നാൽ കൂടി കൂടുതലായിട്ട് പേഷ്യൻസിന് അവർ പ്രൊവൈഡ് ചെയ്തത് എന്തായിരിക്കാം പ്രൊവൈഡ് ചെയ്യാം? കൂടുതലായിട്ടും ഹോസ്പിറ്റൽസ് സർവീസസുകളാണ് അല്ലെ. അതുകൊണ്ട് തന്നെ മാർക്കറ്റില് എന്താണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കൂടുതൽ പേഷ്യൻസിന് കൂടുതൽ സർവീസ് കൊടുത്തുകൊണ്ട് ആ സർവീസിലോട്ട് എന്താണോ അവർ കൊടുക്കുന്ന ആ സർവീസ് അതിലേക്ക് അവരെ അട്രാക്ട് ചെയ്യിപ്പിച്ച് ആ സർവീസ് അവരെ കൊണ്ട് വാങ്ങിക്കുക, അല്ലെങ്കിൽ എന്താണ് കൂടുതൽ അവരുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഞങ്ങള് ഈ ഇന്ന പ്രൊഡക്റ്റ് ഇറക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഇന്ന എക്യുപ്മെന്റ്സ് പുതിയതായിട്ട് കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന സർവീസുകൾ പുതിയതായിട്ട് ഇറക്കുന്നുണ്ട്. ആ സർവീസിലേക്ക് അവരെ അറിയിപ്പിക്കുക, കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ട് ഇന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇന്ന സർവീസ് ആളുകൾക്ക് പുതിയതായിട്ട് നൽകുന്നുണ്ട് എന്നുള്ള കാര്യം കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതാണ് എന്ത് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന് പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ദ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ഹാസ് ബീൻ ബ്രോഡ്ലി adopted as a way to learn about markets, attract sufficient resources, evolve appropriate service, and communicate the availability of such goods to those who may be able to buy such services. അപ്പൊ മാർക്കറ്റിംഗ് എന്താണ്, ഹോസ്പിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിന്റെ ഫങ്ഷൻസ് എന്താണ്? ടു ലേൺ അബൌട്ട് മാർക്കറ്റ്സ് അല്ലെ. ആ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, ആദ്യം പഠിക്കണം. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, നമ്മളിപ്പോ ഒരു സർവീസ് ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒരു പുതിയ സർവീസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആകോ? എന്താണ്, ചിലപ്പോ നമ്മുടെ കോമ്പീറ്റ് ആയി നിൽക്കുന്ന പല ഹോസ്പിറ്റലുകളും ചിലപ്പോ ആ സർവീസ് നടത്തുന്നുണ്ടാവാം. അത് അല്ലെങ്കിൽ എന്താണ് കൂടുതൽ എക്സ്ട്രാ സർവീസുകൾ കൂടുതൽ കൊടുക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ എന്താണ് എക്സ്ട്രാ ടെക്നോളജീസ് നമ്മൾ ചെയ്യേണ്ടി വരുമോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാർക്കറ്റ് വഴി പഠിക്കേണ്ടതുണ്ട്. ആദ്യം അപ്പൊ എന്താ ചെയ്യേണ്ടത്? ടു ലേൺ അബൌട്ട് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം. ഇനി അട്രാക്ട് സഫിഷ്യന്റ് റിസോഴ്സസ് അല്ലെ, അട്രാക്ട് ചെയ്യിപ്പിക്കുക അല്ലെ. ആരെയാണ് അട്രാക്ട് ചെയ്യിപ്പിക്കേണ്ടത് ഹോസ്പിറ്റലിലേക്ക്? ആരെയായിരിക്കാം? ഹോസ്പിറ്റലിൽ ഇപ്പോ പുതിയൊരു ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുക്കുന്നുണ്ട് പുതിയതായിട്ട്. അപ്പൊ ആ സർവീസിലേക്ക് ആരെയാണ് നമ്മൾ? പേഷ്യൻസിനെ അല്ലെ. അവിടുത്തെ സഫിഷ്യന്റ് റിസോഴ്സസ് എന്ന് പറയുന്നത് ആരായിരിക്കാം? പേഷ്യൻസ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ആ പേഷ്യൻസിനെയാണ് ഹോസ്പിറ്റലിലേക്ക് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യിപ്പിക്കേണ്ടത്. ഇനി ഇവോൾവ് അപ്രോപ്രിയേറ്റ് സർവീസസ്. ഇവോൾവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെവലപ്പ് അല്ലെ, ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക, വികസിപ്പിക്കുക, നല്ല രീതിയിലുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സർവീസുകൾ വികസിപ്പിക്കുകയും ആൻഡ് communicate the availability of such goods to those who may be able to buy such services. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പുതിയൊരു സർവീസ് ഹോസ്പിറ്റൽസിൽ കൊണ്ടുവരികയാണെങ്കിൽ ആ സർവീസ് എങ്ങനെയെല്ലാം കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാം, സോഷ്യൽ മീഡിയ വഴി, അതുപോലെയുള്ള എന്താണ് ടെലിവിഷൻ, ന്യൂസ് പേപ്പേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കസ്റ്റമേഴ്സിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തുക. എന്നിട്ട് എന്ത് ചെയ്യിപ്പിക്കുക? ആ സർവീസിലേക്ക് അവരെ എത്തിക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് പറഞ്ഞു ടു ലേൺ അബൌട്ട് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണം,
attract sufficient resources. Efficiency, sufficient resources കൊണ്ട് അർത്ഥമാക്കുന്നത് പേഷ്യൻസ് ആണ്, ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെയാണ്. അപ്പൊ ആ പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യിപ്പിക്കുക, അതിലോട്ട് ആ സർവീസ് കൊടുക്കുന്ന സർവീസിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുക, കൂടുതലായിട്ടുള്ള നല്ല ഡെവലപ്മെന്റ് ഡെവലപ്പ് ചെയ്യിപ്പിക്കുക, നല്ല അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സർവീസുകൾ ഡെവലപ്മെന്റ് ചെയ്യിപ്പിക്കുക. അതുപോലെ എന്താണോ സർവീസ് പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സർവീസ് എന്താണോ, അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയതായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവും, അതുപോലെ റയർ കേസുള്ള രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കാം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പുതിയതായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ ഇവിടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്, പേഷ്യൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? സോഷ്യൽ മീഡിയാസ് വഴി, ടെലിവിഷൻസ് വഴി, അങ്ങനെയുള്ള മാധ്യമങ്ങൾ വഴി നമുക്ക് അവരിലേക്ക് ആ ഇൻഫോർമേഷൻ എത്തിക്കാൻ പറ്റും. ക്ലിയർ ആയോ അത്? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ ക്ലിയർ ആണോ? ഇനി എന്താണ് നെക്സ്റ്റ് നോക്കിയേ, ഹോസ്പിറ്റൽ മാർക്കറ്റിന്റെ ഡിഫറെന്റ് സ്റ്റെപ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? മാർക്കറ്റ് പ്ലാനിങ് ഉണ്ട്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. രണ്ട് രീതിയിലുള്ള സ്റ്റെപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹോസ്പിറ്റൽ മാർക്കറ്റിന്റെ രണ്ട് സ്റ്റെപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? മാർക്കറ്റ് പ്ലാനിങ്ങും മാർക്കറ്റ് കമ്മ്യൂണിക്കേഷനും. ഇനി അതിന്റെ അടിയിലായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ്? ദ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻസ്. മാർക്കറ്റിംഗ് പ്ലാനിന്റെ എലമെന്റ്സ് ഒരു കൺജസ്റ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. മിസ് പറഞ്ഞു തരാം. ഒരു 7 എലമെന്റ്സ് വരുന്നുണ്ട്. 7 എലമെന്റ്സ് വരുന്നുണ്ട്. നിങ്ങൾ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളൂ. ഫസ്റ്റ് എലമെന്റ് ആണ് സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, അതൊന്ന് കറക്റ്റ് ആക്കി എഴുതി വെക്കൂട്ടാ, അടയാളപ്പെടുത്തി വെച്ചാൽ മതി. സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്. സെക്കൻഡ് വൺ ആണ് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. Conduct market research. Third one, analyze research. Analyze research. Fourth one, identify a budget. Identify a budget. Fifth one, develop market strategies. Develop market strategies. Sixth one, develop an implementation schedule. Develop an implementation schedule. Seventh one, create an evaluation process. Create an evaluation process. കിട്ടിയോ എല്ലാവർക്കും? 7th എലമെന്റ് വരെയും കിട്ടിയോ? അടയാളപ്പെടുത്തിയില്ലേ? കിട്ടാത്തത് ആരെങ്കിലും ഉണ്ടോ? ഇനി എല്ലാവരും ഓക്കെയാണ്? ഓക്കെ. അപ്പോ അതിൽ എന്താണ്? മാർക്കറ്റ് പ്ലാനിന്റെ എലമെന്റ്സ് ആണല്ലേ നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ്. നമ്മളെ ഗോൾസ് അല്ലെ, ഗോൾസ് സെറ്റ് ചെയ്യണം. നമ്മളിപ്പോ ഏതൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നോക്കിയാലും എന്താണ് ആദ്യം ചെയ്യേണ്ടത്? എന്താണ്? ഗോൾസ് സെറ്റ് ചെയ്യണം, പ്ലാൻ ചെയ്യണം. നോക്കാം കേട്ടോ. സെറ്റ് truthful and measurable aims to achieve over the next 18 to 24 months due
to the shift change happening in the healthcare environment. We don't suggest plan specific activities more than 2 years in advance. എന്താ പറയുന്നത്? നമ്മളൊരു പ്ലാൻ അല്ലെ, അല്ലെങ്കിൽ ഒരു എയിം, ഒരു സർവീസ് കൊടുക്കുമ്പോ, ഹോസ്പിറ്റൽ ഒരു സർവീസ് കൊടുക്കുമ്പോ അതിന്റെ എയിം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര വർഷങ്ങളാണ്? 2 ഇയേഴ്സിനുള്ളിൽ നമ്മൾ എയിം സെറ്റ് ചെയ്യണം. അത്തരത്തിലുള്ള ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എയിം ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. 18 to 24 months വരെയുള്ള അല്ലെ, ഏകദേശം ഒരു 2 വർഷം അല്ലെ, 2 വർഷം വരെയുള്ള 2 വർഷത്തിനുള്ളില് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഗോൾസ് ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. അതെങ്ങനെയുള്ള ഗോൾസ് ആയിരിക്കണം? ട്രൂത്ത്ഫുൾ ആൻഡ് മെഷറബിൾ ആയിരിക്കണം. സത്യസന്ധമായതും അതുപോലെ തന്നെ അളക്കാവുന്ന രീതിയിലുള്ള എയിംസ് ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ഇനി എന്താ പറയുന്നത്? ഡ്യൂ ടു സ്വിഫ്റ്റ് ചേഞ്ച് ഹാപ്പനിങ് ഇൻ ദ ഹെൽത്ത് കെയർ എൻവയോൺമെന്റ് അല്ലെ. ഇപ്പോ നമ്മൾ എന്താണ് എയിംസ് അല്ലെങ്കിൽ ഗോൾസ് സെറ്റ് ചെയ്തു, 2 വർഷത്തിൽ കൂടുതലാണെങ്കിൽ ഈ ഇവിടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ എന്താണ് പെട്ടെന്ന് തന്നെ സ്വിഫ്റ്റ് ചേഞ്ചസ് ആണ് വരുന്നത്. ഇപ്പോ ഒരു ഹോസ്പിറ്റൽ നടത്തുമ്പോ പെട്ടെന്ന് 1-2 വർഷം ചിലപ്പോ എന്താണ് ആ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ എന്താണ് ആ ടെക്നോളജി തന്നെ നിലനിൽക്കുകയായിരിക്കും. അതിൽ കൂടുതലാണെങ്കിൽ ഇപ്പൊ 3 വർഷമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ ടെക്നോളജിയിൽ തന്നെ വ്യത്യാസം വരാം. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് എന്താണ്? ഹെൽത്ത് കെയർ സിസ്റ്റത്തില് എന്താണ് സ്വിഫ്റ്റ് ചേഞ്ച് ആണ്, വളരെ പെട്ടെന്നുള്ള ചേഞ്ചുകൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു സർവീസ് പുതിയതായിട്ട് ഇറക്കുമ്പോൾ അതിന്റെ ഗോൾസ് സെറ്റ് ചെയ്യുന്നത് 2 വർഷത്തിനുള്ളിലായിരിക്കണം. ഉള്ളിൽ പ്രാബല്യത്തിൽ വരാൻ പറ്റിയിട്ടുള്ള ഗോൾസ് ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? മനസ്സിലായോ അതെന്താണെന്നുള്ളത്? സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ്. ക്ലിയർ ആയോ? അത് എന്താ പറയുന്നത്? അതിനകത്ത് എങ്ങനെയുള്ള ഗോൾസ് ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്? ട്രൂത്ത്ഫുൾ ആയിട്ടുള്ളതും സത്യസന്ധമായിട്ടുള്ളതും അതുപോലെ തന്നെ അളക്കാൻ പറ്റുന്ന മെഷറബിൾ ആയിട്ടുള്ള രീതിയിലുമുള്ള എയിംസ് ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണ്? 2 വർഷത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിലുള്ള ഗോൾസ് ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വളരെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ എന്താണ് വളരെ പെട്ടെന്ന് തന്നെ സ്വിഫ്റ്റ് ചേഞ്ച് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 2 വർഷത്തിനുള്ളിൽ പ്രാബല്യത്തിൽ വരാൻ തക്ക രീതിയിലുള്ള ഗോൾ ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ, മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. എക്സാമ്പിൾ: expand the number of new patients seen in the practice by 5% within the first 6th month and 10% by the end of the first year. Expand your gross revenue by 30% within 24 months. അപ്പോൾ നമ്മളൊരു എന്താ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ ഹോസ്പിറ്റലില്. അപ്പോ അവിടെ ഫസ്റ്റ് 6th month എന്തായിരിക്കണം? 5% പേഷ്യന്റ് ഇൻക്രീസ് ചെയ്തിരിക്കണം. ഇനി എങ്ങനെയാണ്? നെക്സ്റ്റ് അറ്റ് ദ ഇയർ ഓഫ് അല്ലെ, ഫസ്റ്റ് ഇയറിന്റെ എൻഡിങ്ങില് ലാസ്റ്റ് ആ ഇയറിന്റെ എൻഡിങ് ആവുമ്പോ എത്ര പെർസെന്റേജ് പേഷ്യൻസ് വർദ്ധിച്ചിരിക്കണം? 10% വർദ്ധിച്ചിരിക്കണം. ഇനി 24 months ആകുമ്പോ എന്താണ്? 2 വർഷം ആകുമ്പോ 30% പേഷ്യന്റുകള് വർദ്ധിച്ചിരിക്കണം. എന്നാലാണ് എന്ത്? ഇങ്ങനെ പേഷ്യൻസ് വർദ്ധിച്ചാലാണ് ഇവർക്ക് എന്തുണ്ടാകുന്നത്? എന്താ ഉണ്ടാവുക? പേഷ്യൻസ് വർദ്ധിച്ചാല് എന്താ ഉണ്ടാവുക? പേഷ്യൻസ് ഇങ്ങനെ ഓരോ 6th month അല്ലെങ്കിൽ അത് ഇയർ എൻഡിങ്ങില് അതുപോലെ തന്നെ 2 വർഷമാകുമ്പോ ഇത്ര പെർസെന്റേജ് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസ് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസിൽ എന്താ ഉണ്ടാവാം? എന്താ ഇൻക്രീസ് ചെയ്യുന്നത്? ഹോസ്പിറ്റൽസിന്റെ എന്താ ഇൻക്രീസ് ചെയ്യാം? ഇമേജ് ഇൻക്രീസ് ചെയ്യും. ഹോസ്പിറ്റൽ ഇൻകം കൂടും അല്ലെ, പ്രോഫിറ്റ് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ പറ്റും. കൂടുതൽ പേഷ്യൻസ് വരുന്നതിലൂടെ എന്താണ്? കൂടുതൽ പ്രോഫിറ്റ് ആ ഹോസ്പിറ്റലിന് കിട്ടും അല്ലെ. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് എന്താണ്? ഓരോ സർവീസും പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓരോ 6th month
അതുപോലെ ഇയർ എൻഡിങ്ങിലൊക്കെ ഇത്ര പെർസെന്റേജ് വെച്ച് പേഷ്യൻസ് കൂടണം എന്നാ പറയുന്നത് കേട്ടാ. അങ്ങനെ കൂടിക്കഴിഞ്ഞാലാണ് പേഷ്യൻസ് ഹോസ്പിറ്റൽസിന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുള്ളൂ. ക്ലിയർ ആയില്ലേ? അപ്പൊ ബിസിനസ് വെച്ച് നോക്കുമ്പോ എന്താണ്, കൂടുതൽ ഇമേജ് നല്ല രീതിയിൽ ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ്, പ്രോഫിറ്റും നല്ല രീതിയിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. ഏതൊരു ബിസിനസ് തുടങ്ങിയാലും ഇങ്ങനെയാ പറയുന്നത്, നല്ല കൂടുതൽ രീതിയിൽ ആ പ്രൊഡക്റ്റ് വിറ്റഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇമേജ് വർദ്ധിക്കുകയും അതുപോലെ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റില്ലേ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ക്ലിയർ ആയില്ലേ? സാമ്പിൾ ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി എന്താ മനസ്സിലായോ? അത് ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ് ഓക്കെ ആണോ? വായിച്ചു നോക്കണോ ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ച് മനസ്സിലായെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നെക്സ്റ്റ് എടുക്കാനാണ് മിസ്. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇനി നോക്കാം കേട്ടോ. കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച് അല്ലെ, നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഇൻട്രൊഡക്ഷനിൽ. എന്തൊക്കെയാ പഠിച്ചത്? നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റ് റിസർച്ച് അല്ലെ, ഗവേഷണം നടത്തേണ്ടതുണ്ട്. മാർക്കറ്റിൽ ഇപ്പൊ ഒരു പുതിയ പ്രൊഡക്റ്റ് ഇറക്കുകയാണെങ്കിൽ അത് സക്സസ്ഫുൾ ആകോ, കൂടുതൽ പ്രോഫിറ്റ് കിട്ടോ, കസ്റ്റമേഴ്സ് അത് ആക്സെപ്റ്റ് ചെയ്യോ നമ്മുടെ പ്രൊഡക്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റ് റിസർച്ചിലൂടെ അനലൈസ് ചെയ്യണം അല്ലെ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. നോക്കിയേ, കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. കുറച്ച് പോയിന്റ്സുകൾ നമുക്കൊന്ന് ഓർത്ത് വെക്കാനുള്ളൂ കേട്ടോ. എന്താണ്? മാർക്കറ്റ് റിസർച്ച് ഈസ് എ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി കളക്ടിങ്, recording and examining data and information. അടിയിലൊന്ന് വരയ്ക്കാം കേട്ടോ. മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോസസ് ആണ്. എന്താണ്? സിസ്റ്റമാറ്റിക്കലി കളക്ടിങ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ പേഷ്യൻസിന്റെ കയ്യിൽ നിന്നും അവരുടെ ഡാറ്റകൾ അല്ലെ, ഇൻഫോർമേഷൻസ്, അവരുടെ ആവശ്യങ്ങൾ എന്താണോ അതൊക്കെ മനസ്സിലാക്കാനും അത് കളക്ട് ചെയ്ത് വെക്കാനും പറ്റുന്നുണ്ട്. കളക്ട് ചെയ്ത് വെക്കുന്നു. അതിലൂടെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം എക്സാമൈൻ ചെയ്യുന്നു അല്ലെ. കളക്ട് ചെയ്തു, ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തു, അത് റെക്കോർഡ് ചെയ്ത് വെച്ചു. അതിനുശേഷം അതൊന്ന് പരിശോധന നടത്തി അല്ലെ, സൂക്ഷ്മ പരിശോധന നടത്തി. അതിനുശേഷം എന്താണ്? ആൻഡ് ഇൻഫർമേഷൻ, ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് നമ്മൾ എത്തുന്നു. അതാണ് മാർക്കറ്റ് റിസർച്ച്. ക്ലിയർ ആയോ? മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഒരു പ്രോസസ് ആണ്. എങ്ങനെയുള്ള പ്രോസസ് ആണ്? ഇൻഫർമേഷൻസ് പേഷ്യന്റിന്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു, അത് എക്സാമൈൻ ചെയ്യുന്നു, നിരീക്ഷിക്കുന്നു. നിരീക്ഷിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഫൈനൽ റിസൾട്ടിലേക്ക് വരുന്നുണ്ട്. ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുന്നതാണ് എന്ത്? മാർക്കറ്റ് റിസർച്ച്. ക്ലിയർ ആയോ? ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് വരാം. ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. അടയാളപ്പെടുത്തി വെച്ച അത് മനസ്സിലായോ? മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താന്നുള്ളത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്? നെക്സ്റ്റ് പോയിന്റ് പറയട്ടെ. ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്? അബൌട്ട് കൺസ്യൂമേഴ്സ്. അവിടെ ഒന്ന് കോമിട്ട് കൊടുക്കണം കേട്ടോ.
കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാലും കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാലും എൻഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ സെയിം തന്നെയാണ്. ഇവിടെ എന്താ പറയുന്നത്, കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാം അല്ലെ. കസ്റ്റമേഴ്സ് കോമിറ്റ് കൊടുക്കുക, കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് മാർക്കറ്റ്. നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്, കസ്റ്റമേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാം, അതുപോലെ നമ്മുടെ എതിരാളികൾ ആരാണ്, കോമ്പറ്റീറ്റേഴ്സ് ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി മാർക്കറ്റ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം, അറിഞ്ഞിരിക്കണം. 3 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. ആരെ കുറിച്ചൊക്കെയാണ്, കസ്റ്റമേഴ്സ് ആരാണ്, കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെയുള്ളവരാണ്, അതുപോലെ എന്താണ് മാർക്കറ്റ് എങ്ങനെയുള്ളതാണ്, മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് കൊടുത്ത് എന്താണ് പ്രൊഡ്യൂസ് ചെയ്ത് പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആവോ എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യണം. അപ്പൊ മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കണം. 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, മാർക്കറ്റ്. ഈ 3നെ കുറിച്ചും മനസ്സിലാക്കാം. It can be used to decide which portion of the population will buy a product or service based on variables such as age, gender, location and income level. നമ്മള് ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് എന്താണ് ഏത് കസ്റ്റമേഴ്സ് ആണ് അല്ലെങ്കിൽ എന്താണ് ഏത് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് വാങ്ങുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതില്ലേ. ചിലപ്പോ എന്താണ്, ചിലപ്പോ ഏജ് ഗ്രൂപ്പിൽ ഡിഫറൻസ് വരാം, അതുപോലെ തന്നെ എന്താണ് ജെൻഡേഴ്സിൽ ഡിഫറൻസ് ഉണ്ടാവാം, ലൊക്കേഷൻ അവർ നിൽക്കുന്ന ആ ലൊക്കേഷനിൽ ഡിഫറൻസ് ഉണ്ടാവാം, അതുപോലെ എന്താണ് അവരുടെ ഇൻകം ലെവൽ അല്ലെ, ചിലപ്പോ ലോ ഇൻകം ഗ്രൂപ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഹൈ ഇൻകം ഗ്രൂപ്പേഴ്സ് ആയിരിക്കാം. അപ്പൊ അവരുടെ ഇൻകം ലെവലിന്റെ വ്യത്യാസം വരാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ പ്രൊഡക്റ്റ് ഒരു മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് എന്നുള്ള തീരുമാനത്തിൽ എത്താനായിട്ട്. അങ്ങനെയുള്ള എന്താണ് മാർക്കറ്റിൽ റിസർച്ച് ഗവേഷണം നടത്തുമ്പോൾ ഏതൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ഏത് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് ഈ പ്രൊഡക്റ്റ് വാങ്ങുക എന്നുള്ളത് ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റും നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പാരസെറ്റമോളിന്റെ സിറപ്പ് ഏത് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ അല്ലെങ്കിൽ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ഇറക്കുന്നത്, കുട്ടികളെ അല്ലെ. അതുപോലെ തന്നെ എന്താണ് ഡോളോ പാരസെറ്റമോളിന്റെ ഗുളികകള് അവരെ എങ്ങനെ ആരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവര് അത് പ്രൊഡക്ഷൻ നടത്തുന്നത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നത്, എങ്ങനെയായിരിക്കാം അഡൽറ്റിനെ മുൻനിർത്തിയാണ് അല്ലെ. അല്ലെങ്കിൽ എന്താണ് സൺസ്ക്രീം അല്ലെ, എന്താണ് കൂടുതലും ലേഡീസ് ആണ് വാങ്ങിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള എന്താണ് കസ്റ്റമേഴ്സിൽ ഓരോ പ്രൊഡക്റ്റിന്റെ ബേസിലും എന്താണ് ഓരോ കസ്റ്റമേഴ്സും ഡിഫറെന്റ് ആവാം. ഏത് നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ഇറക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ഏത് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആയിരിക്കാം ഇത് വാങ്ങിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? ഇനി മാർക്കറ്റ് റിസർച്ച് നടത്തുന്നത് 2 രീതിയിലാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ്? പ്രൈമറി ഓർ സെക്കൻഡറി ബേസിസിലാണ് മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി പ്രൈമറി മാർക്കറ്റ് റിസർച്ച് ഏതൊക്കെ കാര്യങ്ങളിലാണ്, അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് ഏതൊക്കെ കാര്യങ്ങളായിട്ട് വരുന്നുണ്ട് നോക്കിയേ. ടെസ്റ്റിംഗ് ലൈക്ക് സർവീസ്, അല്ലെങ്കിൽ എന്താണ് ഫീൽഡ് ടെസ്റ്റുകള്, ഇന്റർവ്യൂസ് ഓർ ഒബ്സർവേഷൻ. അപ്പോ പ്രൈമറി മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് ഈ സർവേ, അതുപോലെ തന്നെ ഫീൽഡ് ടെസ്റ്റ്, ഇന്റർവ്യൂസ് അല്ലെങ്കിൽ എന്താണ് ഒബ്സർവേഷൻ, ഇതൊക്കെ അടങ്ങിയതാണ് മാർക്കറ്റ് പ്രൈമറി മാർക്കറ്റ് റിസർച്ച്. എന്തൊക്കെയാണെന്ന് പറയുന്നത്? സർവേസ് ഉണ്ട്, അതുപോലെ എന്താണ് ഫീൽഡ് ടെസ്റ്റുകൾ ഉണ്ട്, ഇന്റർവ്യൂസ് ഉണ്ട്, ഒബ്സർവേഷൻ. അതുവഴി ഈ 4 കാര്യങ്ങൾ വഴി പ്രൈമറി മാർക്കറ്റ് റിസർച്ച് നടത്താൻ പറ്റും. ഈ സെക്കൻഡറി മാർക്കറ്റ് റിസർച്ച് എന്താണ്? ടെസ്റ്റ് മാർക്കറ്റിംഗ് അല്ലെ. നമ്മൾ പറഞ്ഞു എന്താണ് ഓരോ കുഞ്ഞു സാമ്പിൾസ് കൊടുക്കും അല്ലെ. ഷാംപൂസിന്റെ ഉദാഹരണം പറഞ്ഞില്ലേ മിസ്? അതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ടെസ്റ്റ് മാർക്കറ്റിംഗ് വഴിയാണ് എന്ത് സെക്കൻഡറി മാർക്കറ്റിംഗ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. പ്രൈമറി മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആവാം? സർവീസ് വഴിയാവാം, അതുപോലെ ഫീൽഡ് ടെസ്റ്റ് ആവാം, പിന്നെ എന്താണ് ഇന്റർവ്യൂസ് വഴിയാവാം, അതുപോലെ ഒബ്സർവേഷനിലെ നിരീക്ഷണത്തിലൂടെ ആവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ക്ലിയർ ആയോ? അത് പ്രൈമറി മാർക്കറ്റ് റിസർച്ചും സെക്കൻഡറി മാർക്കറ്റ് റിസർച്ചും എളുപ്പമല്ലേ പഠിക്കാനായിട്ട്? ഇമ്പോർട്ടന്റ് ആണല്ലോ. പ്രൈമറി മാർക്കറ്റ് റിസർച്ച് ഏതാണ് അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റ് റിസർച്ച് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ വരാം.
കിട്ടിയോ അതെല്ലാവർക്കും? കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ് ആണ്. എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്? കസ്റ്റമേഴ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയും അത് റെക്കോർഡ് ചെയ്ത് വെക്കുകയും അത് നിരീക്ഷിക്കുകയും അതിനുശേഷം ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു. അതാണ് മാർക്കറ്റ് റിസർച്ച്. ഇനി എന്തൊക്കെ നമ്മള് ആരെ കുറിച്ചൊക്കെ മനസ്സിലാക്കണം? കസ്റ്റമേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കണം, കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് മാർക്കറ്റ്സ്, ഈ 3 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഏതൊക്കെ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഈ മാർക്കറ്റ് റിസർച്ചിലൂടെ കണ്ടെത്തുന്നു. ഇനി മാർക്കറ്റ് റിസർച്ച് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ്? പ്രൈമറിയും സെക്കൻഡറിയും. ഇനി പ്രൈമറി മാർക്കറ്റ് റിസർച്ച് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? പ്രൈമറി മാർക്കറ്റ് റിസർച്ച് ഇതിലൊക്കെ കൂടി നമുക്ക് കണ്ടെത്താൻ പറ്റും ഇൻഫർമേഷൻസ്. പറഞ്ഞു നോക്കിയൊന്ന്. സർവീസ്. ഇനി 4 കാര്യങ്ങൾ പറഞ്ഞില്ലേ? സർവേ, പിന്നെ ഏതാ? ഫീൽഡ് ടെസ്റ്റ്, പിന്നെ ഇന്റർവ്യൂ, ലാസ്റ്റ് വൺ ഒബ്സർവേഷൻ. ഓക്കെ. ഇനി സെക്കൻഡറി മാർക്കറ്റ് റിസർച്ച് ഇതിലൊക്കെ കണ്ടെത്താൻ പറ്റും, നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡറി മാർക്കറ്റ് റിസർച്ച് ഏതിനാണ് ഇൻഫർമേഷൻ കണ്ടെത്താൻ പറ്റുന്നത്? ടെസ്റ്റ് മാർക്കറ്റിംഗ്. ഓക്കെ, ക്ലിയർ ആയോ? അത് ഓക്കെ ആണോ? ക്ലിയർ ആയില്ലേ? വായിച്ചു നോക്കണോ നിങ്ങൾക്ക്? ഒന്ന് വായിച്ചു നോക്കട്ടോ. വായിച്ചു നോക്കിയേ, 2 മിനിറ്റ് കേട്ടോ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഭാഗം കൂടി എടുക്കാം. ടെസ്റ്റ് മാർക്കറ്റിംഗിന് എന്താ എക്സാമ്പിൾ പറഞ്ഞത് മിസ്? ഒന്ന് പറഞ്ഞു കൊടുക്കും ആരെങ്കിലും? ടെസ്റ്റ് മാർക്കറ്റിംഗിന് എക്സാമ്പിൾ പറഞ്ഞത് ഏതൊക്കെയാ? എന്താ പറഞ്ഞത്? ഷാംപൂസ്. നമ്മൾ ഷാംപൂസ് എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി, അല്ലെ? 1 അല്ലെങ്കിൽ എന്താണ് 2 3 രൂപയോടൊക്കെ ചെറിയ സാമ്പിൾസ് ആക്കിയാണ് ആദ്യം മാർക്കറ്റിൽ ഇറക്കുന്നത്. അതിനുശേഷം മാർക്കറ്റിൽ അത് എന്താണ് സക്സസ്ഫുൾ ആയി എന്ന് കണ്ടാൽ എന്താണ് വലിയ ബോട്ടിലുകളാക്കിയിട്ട് പ്രൊഡക്ഷൻ നടത്തുന്നു. ക്ലിയർ ആയോ? മാർക്കറ്റ് റിസർച്ച് ഓക്കെയാണ്. ഇനി നോക്കിയേ, നെക്സ്റ്റ് നോക്കിയേ, അനലൈസ് ദ റിസർച്ച്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അനലൈസ് ചെയ്യുന്നുണ്ട് അല്ലെ? റിസർച്ച് എങ്ങനെ അനലൈസ് ചെയ്യാം? കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളൂ കേട്ടോ. സിമ്പിൾ ആണ്. ഫസ്റ്റ് നോക്കിയേ, examine the raw data we gather and brief it into meaningful findings that will be the basics for deciding which marketing strategies make the most sense and will get the best result for your practice. എന്താ പറയുന്നത്? നമ്മൾ മാർക്കറ്റ് റിസർച്ചിലൂടെ എന്ത് ചെയ്തു? ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു, ഗ്യാദർ ചെയ്തെടുത്തു. അതിനുശേഷം അതൊന്ന് വിലയിരുത്തി, അല്ലെ? റെക്കോർഡ് ചെയ്ത് അതിനുശേഷം ഒന്ന് എക്സാമൈൻ ചെയ്തു, നമ്മളൊന്ന് നിരീക്ഷിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? ഫൈനൽ റിസൾട്ടിലേക്ക് എത്തി, അല്ലെ? അതിനെ പറയുന്നതാണ് ഫൈൻഡിങ്സ്. അല്ലെ? ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുന്ന ഇതിനെ പറയുന്നതാണ് ഫൈൻഡിങ്സ്. ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാല് കണ്ടെത്തലുകൾ, കണ്ടെത്തുന്നത്, അല്ലെ?
ലാസ്റ്റ് ഒരു എന്തായിട്ട് കണ്ടെത്തി നമ്മളൊരു മീനിങ് ആയിട്ടുള്ളൊരു ഡാറ്റ നമ്മൾ എന്താണ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് സ്വീകരിച്ചു. ആ ഇൻഫർമേഷൻസ് റെക്കോർഡ് ചെയ്തു, അതൊന്ന് എക്സാമൈൻ ചെയ്ത് നോക്കി ലാസ്റ്റ് ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുന്നു. അതിനെയാണ് ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്, കണ്ടെത്തലുകൾ. ക്ലിയർ ആയോ? ഇനി ഈ കണ്ടെത്തലുകൾ നമുക്ക് കണ്ടെത്തി കഴിഞ്ഞു, അതിനുശേഷം എന്ത് ചെയ്തു? ഏത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്താലാണ് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ സക്സസ് ആവാന് അനലൈസ് ചെയ്യുന്നു, വിശകലനം ചെയ്യുന്നു. ഏത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ സക്സസ് ആവുക എന്നുള്ളത് എന്ത് ചെയ്തു? അനലൈസ് ചെയ്തു. മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ച് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ഏതൊക്കെയാ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്? ഫോർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാ? മറന്നുപോയാ? പ്രൊഡക്റ്റ്, പ്രൈസിംഗ്, പ്ലേസ്, ഡിസ്ട്രിബ്യൂഷൻ. ഈ 4 കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഇതിനകത്ത് ഏത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ചാലാണ് എന്ത് മാർക്കറ്റിൽ ഈ പ്രൊഡക്റ്റ് സക്സസ് ആവാ എന്നുള്ള കാര്യം അനലൈസ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഇനി എന്താണ്? The research will identify the requirements and needs of our current and potential patients and will help you explain your target audience. അല്ലെ, ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. എങ്ങനെയെല്ലാം ഐഡന്റിഫൈ ചെയ്യാം? ഇപ്പൊ ഹോസ്പിറ്റലിൽ പുതിയ സർവീസ് തുടങ്ങുകയാണെങ്കിൽ അവിടെയുള്ള കറണ്ട് പേഷ്യൻസ്, അല്ലെ, കറണ്ട് പേഷ്യൻസ് എന്ന് പറയുന്നത് ആരെയായിരിക്കാം? അവിടെയുള്ള കറണ്ട് പേഷ്യൻസ് ആരെയായിരിക്കാം? പറയാം, ഏത് പേഷ്യൻസിനെ ആയിരിക്കാം കറണ്ട് പേഷ്യൻസ് എന്ന് പറയുന്നത്? ഇൻപേഷ്യൻസിനെ, അവിടെ കിടന്ന് ചികിത്സിക്കുന്ന, അല്ലെ, കിടത്തി ചികിത്സിക്കുന്ന അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് കറണ്ട് പേഷ്യൻസ് എന്ന് പറയുന്നത്. അതുപോലെ അവിടേക്ക് വരുന്നത്, അല്ലെ, ഔട്ട് പേഷ്യന്റ് വരാറുണ്ട്, അല്ലെ, വന്ന് മെഡിസിൻ വാങ്ങി തിരിച്ചു പോകുന്നവര് ഔട്ട് പേഷ്യൻസ്. അവരുടെ എല്ലാം അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് വേണ്ട ആവശ്യങ്ങൾ, അവരുടെ എല്ലാം ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ പ്രൊഡക്റ്റ് ആരാണ് എന്താണ് കൂടുതലായിട്ട് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോ ഒരു ഹോസ്പിറ്റലിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ കൂടുതൽ ആരായിരിക്കും, ഏത് പേഷ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് ആ സർവീസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്തു. അതാണ് ഇവിടെ ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് പറയുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് തരം, അല്ലെങ്കിൽ എന്താണ് ഏത് തരം ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് എന്നുള്ള ഐഡന്റിഫൈ ചെയ്യണം. ഏത് കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞില്ലേ, പാരസിറ്റമോളിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഏത് ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്, ഏത് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്, പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള കസ്റ്റമേഴ്സ് ആരാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ആ കൺസെപ്റ്റ് മാത്രം ഒന്ന് ഓർത്താൽ മതി കേട്ടാ. ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ആദ്യം എന്ത് ചെയ്തു? നമ്മള് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു, ഫൈനൽ ഫൈൻഡിങ്സിലോട്ട് എത്തി, അല്ലെ, കണ്ടെത്തലുകൾ നടത്തി. ഏത് സ്ട്രാറ്റജീസ് യൂസ് ചെയ്താലാണ് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ സക്സസ് ആവുക എന്നുള്ളത് അനലൈസ് ചെയ്തു. ഇനി ഏത് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആണ് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുക എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു. പലതരത്തിലുണ്ട്, അല്ലെ, കുട്ടികളുണ്ട്, മിഡിൽ ഏജ് ഉണ്ട്, അതേപോലെ ഓൾഡ് ഏജ് ഉണ്ട്, അല്ലെ. അപ്പൊ ഏത് തരത്തിലുള്ള ആളുകളാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുക എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു. ക്ലിയർ ആയോ? ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടാ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ദിസ് ഈസ് ഓൾസോ ദ റൈറ്റ് ടൈം ടു ലുക്ക് ബാക്ക് അറ്റ് ദ ഗോൾ യുവേഴ്സ് ചൂസൺ. അപ്പോ ഈ അനലൈസിലൂടെ എല്ലാം എന്താണ് ഒരു ഗോൾ, അല്ലെ, നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളുകള്
ശരിയാണോ, കറക്റ്റ് ആണോ ചെയ്തിരിക്കുന്നത്, സെറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ഉള്ളൊരു തിരിഞ്ഞു നോക്കാൻ, ഗോൾസിനെ ഒക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു അനലൈസും കൂടിയാണ് ഇതിലൂടെ നടക്കുന്നത്. ക്ലിയർ ആയില്ലേ? നമ്മൾ സെറ്റ് ചെയ്ത ഗോൾസ് ശരിയാണോ എന്നുള്ളൊരു തിരിഞ്ഞു നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അനലൈസ് ആണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ എന്താണ്, ബേസ്ഡ് ഓൺ യുവർ research findings, you may need to change some of your goals. ഇനി എന്താണ്, കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന്റെ അഭിപ്രായങ്ങൾ അനുസരിച്ചും ചിലപ്പോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോൾസിൽ വ്യത്യാസം, ചേഞ്ചസ് വരുത്താനായിട്ട് ഉണ്ടാകാറുണ്ട്. ക്ലിയർ ആയോ? അത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോൾസ് ചിലപ്പോ ചില കസ്റ്റമേഴ്സിന്റെ അഭിപ്രായം അനുസരിച്ചും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചും ചിലപ്പോ ആ ഗോൾസിൽ മാറ്റം വരുത്തേണ്ടതായിട്ട് വരാനായിട്ട് സാധിക്കും. മാറ്റങ്ങൾ വരാം. ക്ലിയർ ആയോ? മനസ്സിലായോ? ഈ 4 പോയിന്റ് മനസ്സിലായോ? ഫസ്റ്റ് നമ്മള് ഒരു ഫൈനൽ ഫൈൻഡിങ്സിലോട്ട് വന്നു. ഇനി ഐഡന്റിഫൈ ദ ടാർഗറ്റ് ഓഡിയൻസ്, അല്ലെ? ഏത് ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ആണ് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പ് ഓഫ് എന്താണ് കസ്റ്റമേഴ്സ് ആണ് ഈ പ്രൊഡക്റ്റ്, ഈ സർവീസ് സ്വീകരിക്കുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു. അതിനുശേഷം നമ്മൾ ഗോൾസിനെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോള് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കി. അതിനുശേഷം ലാസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, കസ്റ്റമേഴ്സിന്റെ അഭിപ്രായം അനുസരിച്ചും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചും ചിലപ്പോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോൾസില് ചേഞ്ചസ് വരാം. മനസ്സിലായോ ഈ 4 കാര്യങ്ങള്? ഉത്തരം മനസ്സിലാക്കാനുള്ളതിനകത്ത് കേട്ടോ. ക്ലിയർ ആയോ? ഇനി ലാസ്റ്റ് നോക്കിയേ, ഇറ്റ് ഹെൽപ്സ് ടു അനലൈസ് സം കീ ക്വസ്റ്റ്യൻസ്. വാട്ട് ആർ ദ similarities and dissimilarities between your practice and your competitors. അപ്പോ നമുക്ക് എന്താണ്, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എതിരാളികൾ ഉണ്ടാവും, അല്ലെ? കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ കോമ്പറ്റീറ്റേഴ്സും നമ്മളും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, അതിന്റെ ഡിസിമിലാരിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അനലൈസ് ചെയ്യുന്നു. എന്താ പറയുന്നത്, what make your practice from your competitors? എന്തൊക്കെയാണ്, അല്ലെ? നമ്മളുമായിട്ട് നോക്കുമ്പോ ആ കോമ്പറ്റീറ്റേഴ്സിന് ഉണ്ടാകുന്ന വ്യത്യസ്തതകൾ എന്തൊക്കെയാണ്? Is your location more disable than your competitors? എന്താണ്, ഈ കോമ്പറ്റീറ്റേഴ്സ് നമ്മളുമായിട്ട് മത്സരിച്ച് നിൽക്കുന്ന കോമ്പറ്റീറ്റേഴ്സ്, മത്സരാർത്ഥികള് നമ്മളെ കാട്ടിലും മുൻപന്തിയിലാണോ നിൽക്കുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യാൻ പറ്റും. ഡു യുവർ പ്രോമിസ് എ ബ്രോഡർ സ്കോപ്പ് ഓഫ് സർവീസ് ദാൻ ദ കോമ്പറ്റീഷൻ? എന്താ പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന സർവീസ് നല്ല രീതിയിലാണോ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഈസ് there is a service you provide that no one else in the community presently offers? എന്താണ്, ആര് കൊടുക്കുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്ന സർവീസ്, നമ്മളൊരു കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സർവീസ് നല്ല രീതിയിലാണോ കൊടുക്കുന്നത് എന്നുള്ള കാര്യവും കൂടി ചെക്ക് ചെയ്യണം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, മാർക്കറ്റില് അല്ലെങ്കിൽ റിസർച്ച് അനലൈസിനുള്ള ഉത്തരങ്ങൾ നമുക്ക് കിട്ടണം. ഇത്രയും കാര്യങ്ങളാണ്. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കണം. ഫസ്റ്റ് എന്താ പറഞ്ഞത്, അനലൈസ് ദ. റിസർച്ചിൽ എന്താ പറഞ്ഞത്, ആദ്യം കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് വാങ്ങി അതെന്ത് ചെയ്തു, ഗ്യാദർ ചെയ്തു. അതിനുശേഷം ഫൈനൽ ഫൈൻഡിങ്സിലോട്ട് എത്തി. ഇനി ഏത് സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ടാണ് മാർക്കറ്റിൽ ഈ പ്രൊഡക്റ്റ് സക്സസ് ആവാന്ന് നോക്കാം. പിന്നെ എന്താണ്, ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്തെടുക്കണം. നമ്മുടെ ഗോൾസിൽ എന്താണ്, ഗോൾസ് ഈ അനലൈസിലൂടെ ഈ ഗോൾസിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോൾസ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു എത്തിനോട്ടം കൂടിയാണ് ഇത്. അതുപോലെ തന്നെ എന്താണ്, ഈ ഗോൾസ് ചിലപ്പോ മാറ്റങ്ങൾ വന്നേക്കാം. കസ്റ്റമേഴ്സിന്റെ അഭിപ്രായം അനുസരിച്ചും അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ചും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോളില് വ്യത്യാസങ്ങൾ
വന്നേക്കാം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇത്രയും വരെയും മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഡൗട്ട് വല്ലതുണ്ടോ? നാളെ വരുമ്പോ ഇത്രയും പഠിച്ചിട്ട് വരണം, മനസ്സിലാക്കി വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. കേട്ടല്ലോ? നിങ്ങളും കൂടി എഫേർട്ട് എടുത്താലേ ഇത് സക്സസ് ആയി പോവുള്ളൂ കേട്ടോ. 1ഉം 2ഉം മൊഡ്യൂള് പോലെയല്ല, ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ മക്കളെ? എല്ലാവരും ഉറങ്ങിയാ? ക്ലാസ് കഴിഞ്ഞു. ഓക്കെ ആണ്. ഓക്കെ, നല്ല രീതിയിൽ പഠിക്കാം കേട്ടോ. ഉച്ചയായതുകൊണ്ട് ബോറടിക്കുന്നുണ്ടാവാം. ഓക്കെ, താങ്ക് യു. നാളെ വരുമ്പോ വായിച്ചിട്ട് വരാം കേട്ടോ.